ಹಾಯ್ ಫ್ರೆಂಡ್ಸ್, ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್. ನಲ್ಲೊರು ಟೇಸ್ಟಿಯಾಗಿ ಮಂದ್ಯಾವ നല്ല ಸಿಂಪಲ್ ನಂಗೆ ಬೇಗನೆ ರೆಡಿಯಾಗಿ ಇಡ್ಕ. ಕೋಳಿ ಎಲ್ಲ ಕಾಯ್ಕೋಗಿಲ್ಲ, ನಂಗೆ ನಾರ್ಮಲ್ ಮಂದಿ ತಿಂದಿಲ್ಲ ಅದ್ರ ಆಂಟಿಯಾರ നല്ല ಟೇಸ್ಟ್ ಉಂಡು ಈ ಮಂದಿ. ದೂರ ನಾನು 1 ಕಿಲೋ ಕೋಳಿ ಇಡ್ತಾರೆ. ಕೋಳಿ ಚಂದ ಕಲ್ಗಿತ್ತು ತನ್ನಿ ಎಲ್ಲ ಊತಿದ್ದು ಎಡ್ಕೊರು. അതിൽ പിന്നെ ഇത് ദൂരെ മസാല റെഡിയാക്കുക. ഒരു 2 പീസ് കെത്തെടുത്തറ, ഒരു 4 എൽത്തരി, പിന്നെ ഒരു 6-7 ലವಂಗ എടുത്തറ, പിന്നെ 1 ടേബിൾ സ്പൂൺ ജീരക എടുത്തറ, പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല മുളക്, ഇടി നല്ല മുളക് ഉണ്ടല്ലോ അത് എടുത്ത് തല ഒട്ടിക്ക് ഇത് നല്ല കുത്തോറും. ഇപ്പം നിങ്ങൾ ഇങ്ങനെ കുത്തകായിൽ മിക്സിയിൽ തെൽ പൊടിയാക്കി എടുത്തെങ്കിൽ മാവും ഇങ്ങനെ നല്ല കുത്തിയെങ്കിൽ നല്ലവർ നല്ല തരി തരിന്നെങ്കിൽ നല്ലവർ നല്ല മണവുണ്ട്. നോക്കറുവല്ല ഇത്ര ആയെങ്കിൽ മെയ്യവും. ഇപ്പം ഇത് ഞങ്ങൾ കോഴിക്ക് ഇടുക, ഇതെല്ലാം ഇടുക, മസാല എല്ലാം ഇടും. അതിൽ പിന്നെ 2 മാഗി ക്യൂബ്സ് എടുത്തറ. ഇതൊരു നല്ല കയ്യിൽ നല്ല പൊരിച്ചിട്ടിടും. കയ്യിലെല്ലാം നല്ല പൊരിച്ചിട്ട് ഇടും. അതിൽ പിന്നെ ഇത് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു പാതി ടീസ്പൂൺ അത്ര മഞ്ഞളുടെ പൊടി, പിന്നെ ഒരു പാതി ടീസ്പൂൺ അത്ര ഉപ്പ്, പിന്നെ ഒരു ലിംബ നല്ല തണ്ണീന്ന് ലിംബ എടുക്കോറും, പിന്നെ ചെറിയ ലിംബയെങ്കിൽ 2 എടുക്കോറും. എല്ലാം ഒട്ടിಗೆ നല്ല ಮಿಕ್ಸ್ ಹಾಕೋರು. ಕೋಳಿಗೆಲ್ಲ ಮಸಾಲೆ ಎಲ್ಲ നല്ല പിടിക്കട്ടെ, നല്ല ಮಿಕ್ಸ್ ಹಾಕೋರು. അതിൽ പിന്നെ ഇത് ഒരു 1/4 കപ്പ് അത്ര എണ്ണ എടുത്തറ. എണ്ണ ബീത്തിത്ത് അങ്ങനെ നല്ല മിക്സ് ആക്കോರು, നല്ല അടിമേലാക്കോರು. എണ്ണ ಎಲ್ಲ ಮಸಾಲೆ ಎಲ್ಲ നല്ല ಮಿಕ್ಸ್ ആവട്ടു. ഇതിപ്പോൾ മുച്ചിട്ട് ഒരു ಗಂಟೆ ರೆಸ್ಟಿಗೆ വെക്കോರು. ಟೈಮ್ ಇನ್ನಿല്ലെങ്കിൽ ഒരു 1/2 ಗಂಟೆ ಹೆಂಗೆ വെക്കോರು. നല്ല ಕೋಳಿಗೆಲ್ಲ ಮಸಾಲೆ ಎಲ್ಲ നല്ല വലിക്കട്ട്. ದೂರ ನಾನು ಬಾಸ್ಮತಿ ಅರಿ എടുത്തറ. ഒരു 4 കപ്പ് അത്ര അരി എടുത്തറ. ഈ അരി ഉണ്ടല്ലേ നഞ്ചിരകില്ല. ഇപ്പം ഞങ്ങൾ ചോർക്ക് തണ്ണി വയ്ക്കിരല്ലേ അപ്പം ഇട്ടെങ്കൈത്ത്. ദൂര ನಾನು ഒരു എട എടുത്തിട്ട് ഒരു 1/4 കപ്പ് അത്ര എണ്ണ വീത്തിര. ಅದಕ್ಕೆ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് ഇടും. ഇട്ടിട്ട് ഒരു തെല്ല് നേരം ഇങ്ങനെ ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് തെല്ല് നേരം എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ആക്കോರು. അതിൽ പിന്നെ ഇതിക്ക് 2 മാഗി ക്യൂബ്സ് ഇടರು. അത് ചിക്കൻ സ്റ്റോക്ക് 2 ഇടರು. കയ്യിലിങ്ങനെ നല്ല പൊടിച്ചിട്ടിടರು. ഇട്ടിട്ട് ഇത് അങ്ങനെ ഒരു തെല്ല് നേരം ಮಿಕ್ಸ್ ಹಾಕೋರು. ಎಣ್ಣೆಲ್ಲ ഒരു തെല്ല് നേരം ಮಿಕ್ಸ್ ಹಾಕೋರು. അതിൽ പിന്നെ ഇതിക്ക് 1 കപ്പ് അത്ര സ്പ്രിംഗ് ഓണിയന് ഇങ്ങനെ പീസാക്കിയിടರು. അതിൽ പിന്നെ 1 കപ്പ് ക്യാപ്സിക്കം കായ്മലോ ഇടറാവും. അത് വീഡിയോ സ്കിപ്പായിത്ത്. ക്യാപ്സിക്കം കായ്മലോ ഇപ്പം നിങ്ങൾ കപ്പിലെടുത്തറേ അതേ കപ്പിൽ കായ്മലോ ഇട്ടെങ്കിൽ ഇത്ത്. ഞങ്ങൾ സ്പ്രിംഗ് ഓണിയൻ എടുക്കില്ല 1 കപ്പ്, അതേ കപ്പിൽ 1 കപ്പ് ക്യാപ്സിക്കം കായ്മലോ ഇടರು. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇടರು. ഇട്ടിട്ട് ഇതെല്ലാം ഒരു തെല്ല് നേരം ഫ്രൈ ആക്കോರು. തെല്ല് സോഫ്റ്റ് ആവട്ടെ. അതിൽ പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പിടറാവ. അതിൽ പിന്നെ 8 കപ്പ് അത്ര തണ്ണി വീത്തിര. 4 കപ്പ് അരിക്ക് 8 കപ്പ് തണ്ണി വീത്തിര. 1 കപ്പ് അരിക്ക് 2 കപ്പ് തണ്ണി. പിന്നെ ഉപ്പെല്ലാം നോക്കോರು. മുച്ചിട്ട് തണ്ണി നല്ല പൈക്കട്ടെ. ദൂരെ തണ്ണി നല്ല പൈച്ചിട്ട് അതിൽ പിന്നെ അരി കഴുകിയിട്ട് ഒരു അരപ്പെടുത്ത് ഇട്ടിട്ട് തണ്ണിയെല്ലാം ഊത്തോರು. തണ്ണിയെല്ലാം ഊത്തിട്ട് അതിൽ പിന്നെ ഉണ്ടല്ലോ അരി ഇടೋರು. തണ്ണിയൊന്നും മിക്കണ്ട, തണ്ണിയെല്ലാം ഊത്തിട്ടിടೋರು. അരി ഇട്ടിട്ട് ഒന്ന് തെല്ലി ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കോರು. അതിൽ പിന്നെ മുച്ചിട്ട് ഇത് ഒരു മീഡിയം തീയിലെ വേപ്പട്ടോರು. ഒരു 5 നിമിഷം മീഡിയം തീയിലെ വേവിട്ട് ദൂര നോക്കോರು. തെല്ല് തണ്ണി എല്ലാം ആറിയിട്ട് തെല്ല് തണ്ണി ഇങ്ങനെ ബച്ചമ്മണ്ടല്ലേ ഒരു തെല്ല് തണ്ണിക്കറല്ലേ, ഒരു മീഡിയം സൈസ് തണ്ണിക്കറല്ലേ. അപ്പോൾ ആ തീ തെല്ല് സ്ലോ ആക്കി ചെറിയ തീ ആക്കിയിട്ട് ഇങ്ങനെ മുച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഒരു 10 നിമിഷം വേവിക്കോರು. അത് മീഡിയം ചോറ് വേവറല്ലേ അത്ര വേപ്പാട്ടി ಹೆಂಗೈತು. ഇപ്പോൾ ഇതൂടെ ഞങ്ങൾ റെസ്റ്റ് വെച്ച കോലുണ്ടല്ലേ അതെല്ലാം ഒരു എടുത്തിട്ടെ
ഇട്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അത്ര അതേ ഇത് കലക്കിയിട്ടുണ്ടല്ലോ ഇട കലക്കിയിട്ട് എല്ലാം തണ്ണി ബീത്തോറും ബീത്തിട്ടെല്ലാം ഇങ്ങനെ ഒന്ന് നല്ല തെല്ല് ഇങ്ങനെ വേവിച്ചിട്ടെല്ലാം സട്ടാക്കി കൊടുക്കറു. ഇതിപ്പോൾ മുച്ചിട്ട് ഇതും അങ്ങനെ ഒരു മീഡിയം തീയിലുണ്ടല്ലോ ഒരു 5 നിമിഷം ಬೇವಟ್ಟು ഒരു 5 നിമിഷം ജോറ് തീയിലേ വെക്കറു. ഒരു 5 നിമിഷം ആയാൽ പിന്നെ ഇതിങ്ങനെ നോക്കറു. നോക്കിയിട്ടുണ്ടല്ലേ ഞങ്ങൾ കോഴി എല്ലാം ഒബസ് ഇങ്ങനെ തെല്ലിങ്ങനെ മറിച്ചിട്ട് കൊടുക്കറു. എല്ലാം ഇങ്ങനെ തെല്ല അടിമേലാക്കറു. ഇങ്ങനെ എല്ലാം അടിമേലാക്കി കൊടുക്കറു. അതിൽ പിന്നെ ഞങ്ങൾ ചോറുണ്ടല്ലേ ಬೇಗ വെച്ച ചോറുണ്ടല്ലോ ചോറും റെഡി ആയിട്ട് നോക്കിയാറല്ലേ എന്താ ചോറെല്ലാം റെഡി ആയിട്ട് തന്നെയെല്ലാം പറ്റിയ മന്ത്. ഇപ്പോൾ ഇതെടുത്തിട്ടുണ്ടല്ലേ അതേ കോഴി ഉണ്ടല്ലേ ഞങ്ങൾ കോഴി ഒരു 5 നിമിഷം വേപ്പറ്റിരല്ലേ ഫസ്റ്റിಗೆ അതേ കോഴിಗೆಲ್ಲ ഇട്ട് കൊടുക്കോರು എല്ലാം ഇടോರು. ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ചോറാക്കോ വേവിച്ചിട്ടുണ്ടല്ലേ ഞങ്ങൾ തീ സ്ലോയിൽ വേവിക്കിരല്ലേ ഒരു 10 നിമിഷം. അപ്പം ഞങ്ങൾ കോഴി വേപ്പാട്ടൊക്കെ വേവിക്കണം. ഇതപ്പം റെഡിയാവും. ഇങ്ങനത്തെല്ലാം ചോറ് വേവുമ്പോഴത്തേക്കുണ്ടല്ലേ തന്നെയെല്ലാം തെല്ലാം ആറിയാൽ പിന്നെ ചോറ് തെല്ലാം ഇട്ട് വേവറല്ല. അപ്പം ഈ കോഴിക്ക് ഇട്ട് കൊടുക്കണം. ഇട്ടിട്ടുണ്ടല്ലേ മുച്ചിട്ടുണ്ടല്ലേ ഇതിങ്ങനെ ഗ്യാപ്പിന് ഒരു എൽത്തരെന്ത് വെച്ചിട്ട് ഗ്യാപ്പ് ബന്ധാക്കോರು. ഇതുണ്ടല്ലോ ഒരു 20 നിമിഷം ചെറിയ തീയിൽ വെച്ചിട്ട് വേപ്പാട്ടോರು. അതേ ഒരു കോഴി വേവറ് അന്താജിಗೆ. ഇപ്പം ഞങ്ങൾ കോഴി 5 നിമിഷമല്ലേ വെന്തറേ ഞാനിപ്പോൾ കോഴിയെല്ലാം വേവണല്ലോ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് വേപ്പാട്ടോರು. ദൂടെ നോക്കാം ഞങ്ങൾ ചോറ് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാറ്. ಬೆಂದ ചോറെല്ലാം ഒപ്പസിട്ടെങ്കിൽ ആരെ ಬೇವರು അങ്ങനെ എന്തും ആവില്ല. എത്തും പേടിക്കണ്ട. ഇവർ നോക്കറുവല്ല നല്ല ജണ്ട് കളറായിട്ട് കിട്ടണം ഞങ്ങൾക്ക് മന്തി. ಇದೆಲ್ಲ ಇದರ ചോറെല്ലാം എടുത്തിട്ട് ഫസ്റ്റ് മേലത്തെ ചോറെല്ലാം എടുത്തിട്ടെല്ലാം ഒരു പ്ലേറ്റിಗೆ ഇടೋರು. ഇതാ നോക്കറുവല്ല ജണ്ട് കളറിൽ കിട്ടರು. അതിൽ പിന്നെ എല്ലാം ഇട്ടതുണ്ടല്ലോ കോഴിയുടെ പീസ് ഉണ്ടല്ലോ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ വെക്കോರು. കോഴിയുടെ പീസ് അങ്ങനെ തിന്നോರು നല്ല ടേസ്റ്റ് ആവും. ഇപ്പം ഞങ്ങൾ ഫ്രൈ ആക്കിയിട്ട് കോഴി ಹಾಕಲ್ಲಿ അതിലാണ്ട് നല്ല ടേസ്റ്റ് ആവും ഇത് ಹಾಕಿയെങ്കിൽ. ഇത് എന്തായെങ്കിലും നിങ്ങൾ അവർക്ക് ಹಾಕೋಣೆ നല്ല സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് വേഗമേ ഞങ്ങൾക്ക് ഇത് റെഡി ആക്കിയിട്ട് എടുക്കാം. നല്ല ടേസ്റ്റ് ആവും. അങ്ങനെ മീൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാറാവ ബെല്ലൈക്കൺ പ്രസ് ആക്കോರು. നിങ്ങൾ ഫ്രണ്ട്സ് റിലേറ്റീವ್ಗೆ എല്ലാവർക്കും ഷെയർ ആക്കോರು. ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കിട്ടേ. ഓക്കെ ബായ്.